ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ടർബോ സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമയെ കുറിച്ച് പറയാനേ മുന്നേ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖാണ്. അതായത് പുലിമുരുകൻ, പിന്നെ മധുരരാജ, പോക്കിരി രാജ, പിന്നെ നൈറ്റ് ഡ്രൈവ് പോലുള്ള സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറാണ്. പക്ഷെ ഈ സിനിമയിൽ പുള്ളി തകർത്തിട്ടുണ്ട്. റിട്ടൺ ബൈ മിഥുൻ മാനുവൽ തോമസ് ആണ്. അതായത് സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. കാസ്റ്റിംഗിനെ കുറിച്ചിട്ട് പറയുന്നത് മമ്മൂക്കാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പിന്നെ നെഗറ്റീവ് റോളായിട്ട് രാജ്വി ഷെട്ടിയാണ്. പിന്നെ ബിന്ദു പണിക്കർ, പിന്നെ തമിഴോ തെലുഗോ എന്നറിയില്ല, സുനിൽ, പിന്നെ ദിലീഷ് പോത്തൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട് സിനിമയിൽ. ജോണി ആന്റണി കൂടി ഉണ്ട്. സിനിമ വേണ്ടെന്ന് വെച്ചാൽ ഒരു കുറച്ച് ഹ്യൂമർ, പിന്നെ പവർ പാക്ഡ് ആക്ഷൻ ഒക്കെ ചേർന്നിട്ടുള്ള എന്റർടൈനർ ആണ് ടർബോ. പിന്നെ മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് സ്റ്റഫാണ്. പിന്നെ ഈ OTT ഇറങ്ങിയപ്പോൾ കാണാൻ പറഞ്ഞിട്ട് വെയിറ്റ് ഒന്നും ചെയ്യാൻ പോകരുത്. ആ ഒരു വൈബ് കിട്ടത്തില്ല. അതായത് തിയേറ്ററിൽ കാണുന്ന ആ ഒരു വൈബ് ഒന്നും കിട്ടത്തില്ല ഈ OTT ഇറങ്ങിയപ്പോൾ കാണാൻ പറഞ്ഞാൽ. ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സ്റ്റഫാണ്. ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ പെർഫോമൻസ് ആണ്. അതിൽ ഫസ്റ്റ്ലി പറയേണ്ടത് മമ്മൂക്കനെ കുറിച്ച് പറയാൻ ഒരു വാക്കില്ല. ഒരു രക്ഷയില്ല മമ്മൂക്ക. അത് ഈ ഏജിൽ പുള്ളിയുടെ ആ ഡെഡിക്കേഷൻ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ സിനിമയിൽ ത്രൂ ഔട്ട് പുള്ളി തകർത്തിട്ടുണ്ട്. അടുത്തത് ബിന്ദു പണിക്കർ. പുള്ളിക്കാരുടെ പെർഫോമൻസ് കൂടി അടിപൊളിയായിട്ടുണ്ട്. അതായത് ചില സീൻസിലൊക്കെ ഒരു ചില സാധനമായിട്ട് പുള്ളിക്കാരുടെ അത് അടിപൊളിയായിട്ടുണ്ടായിനി. പിന്നെ നമ്മുടെ മെയിൻ വില്ലൻ രാജ്വി ഷെട്ടി, പുള്ളി ഈ ക്യാരക്ടറിൽ പുള്ളി അങ്ങ് തകർത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ക്ലൈമാക്സിലകത്ത് പുള്ളി ത്രൂ ഔട്ട് അർമാദിച്ചിട്ടുണ്ട്. പുള്ളിയുടെ മലയാള സംസാരമൊക്കെ അടിപൊളിയായിട്ടുണ്ടായി. കൂടുതലായിട്ട് തമിഴാണ് സംസാരിക്കുന്നത്. എന്നാലും ചില മമ്മൂക്കയുടെ കൂടെയുള്ള കോൺവെർസേഷനൊക്കെ നന്നായിട്ടുണ്ടായി. പുള്ളി നന്നായിട്ട് ഡെലിവറി കൂടി ചെയ്തിട്ടുണ്ട്. മലയാളമൊക്കെ അടിപൊളിയായിട്ടുണ്ടായി. പുള്ളി ഒരു കിടിലം വില്ലൻ തന്നെ. പിന്നെ സുനിൽക്ക് അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൊടുത്ത ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ അടുത്ത മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്യാമറ വർക്കാണ്. ചില ഷോർട്സ് ഒക്കെ ഉണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. കിടക്കാച്ച് ഷോർട്സ് ആണ്, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഓരോരോ ഷോർട്സ് ഒക്കെ. പിന്നെ പറയേണ്ടത് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്രിസ്റ്റോ സേവിയർ പുള്ളി തകർത്തിട്ടുണ്ട് ഈ സിനിമയിൽ. അത് ബ്രഹ്മയുഗത്തിൻ്റെ പോലെ തന്നെ ഈ സിനിമയിൽ നെക്സ്റ്റ് ലെവൽ വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പുള്ളി. പിന്നെ ഈ സിനിമയിൽ സൗണ്ട് മിക്സിങ്, സൗണ്ട് ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ ടർബോ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. അതായത് ബൂം ബൂം പറഞ്ഞിട്ട് അത് അടിപൊളിയായിട്ടുണ്ടായിനി. ചില ഫൈറ്റ് സീക്വൻസ് ഇടയിലൊക്കെ ഈ എഞ്ചിൻ്റെ ഈ സൗണ്ടൊക്കെ ഇടുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതൊരു. പിന്നെ ഈ സിനിമയുടെ ത്രൂ ഔട്ട് ആക്ഷൻ ആയതുകൊണ്ട് ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിനി. അതായത് ഒന്ന് പള്ളിയിലുള്ള ഫൈറ്റ്, പിന്നെ പോലീസ് സ്റ്റേഷനിലുള്ളത്, പിന്നെ ക്ലൈമാക്സിലെ ഫൈറ്റിനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു ആ ക്ലൈമാക്സിലുള്ള ഫൈറ്റൊക്കെ. പിന്നെ ഈ സിനിമയിൽ കാർ ചേസ് സീനൊക്കെ ഉണ്ട്. അത് സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ മമ്മൂക്ക തന്നെയാണ് ചെയ്തത് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഡൂപ്പ് വെച്ചിട്ടാണ് ചെയ്തതെന്ന് അറിയില്ല. എന്നാൽ ആ സീനൊക്കെ സൂപ്പറായിട്ടുണ്ടായിനി. ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നന്നായിട്ടുണ്ടായിന്. ഹ്യൂമർ, പിന്നെ ആക്ഷൻ സീക്വൻസും ഒക്കെ ആയിട്ട്. പക്ഷെ ആക്ഷൻ സീക്വൻസ് ഇല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ബോർ ആവട്ടേന്ന് എൻ്റെ ഒരു അഭിപ്രായം. സെക്കൻഡ് ഹാഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു തീപ്പൊരി ഐറ്റം തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫ്. പിന്നെ സ്റ്റോറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന സ്റ്റോറി തന്നെയാണ്. അതായത് ട്രെയിലർ കണ്ടവർ മനസ്സിലാവും സ്റ്റോറി എന്താ പറഞ്ഞിട്ട്. പക്ഷെ മമ്മൂക്കയുടെ പെർഫോമൻസിൽ പടം പൊളിച്ചിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ പറയാൻ മറന്നുപോയത്, ഈ സിനിമയിൽ ഒരു സർപ്രൈസിങ് വോയിസ് ഓവർ ഉണ്ട്. അത് എല്ലാവർക്കും പെട്ടെന്നായിരിക്കും മനസ്സിലാവില്ല, പക്ഷെ അതൊരു കിഡിലൻ സർപ്രൈസ് തന്നെ ആയിരുന്നു ഈ സിനിമയിൽ. ഓവറോൾ സിനിമ വേണ്ടെന്ന് പറഞ്ഞ ഒരു ആക്ഷൻ എന്റർടൈനർ ആണ്. പിന്നെ ഈ സിനിമ കാണാത്തവരൊന്ന് പോയിട്ട് കണ്ടോളി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി. അപ്പോൾ ബൈ.